നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സ്ത്രീ വിരുദ്ധ വീഡിയോ അല്ല, ഇതൊരു സ്ത്രീ വിരുദ്ധ പരാമർശം ഉള്ള വീഡിയോയുമല്ല. ഒരു സ്ത്രീയെയും ആക്ഷേപിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ആഗ്രഹവുമില്ല. പക്ഷേ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരിമാരെ, അവരുടെ മാനത്തിന് വില പറയുന്നവന്മാർ അപ്പുറത്തുള്ളപ്പോൾ അടിക്ക് തിരിച്ചടി മുറിപ്പത്തൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പാടത്തൊരുത്തൽ പണിയെടുത്താൽ അവന് വരമ്പത്ത് കൂലി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം ചില കാര്യങ്ങൾ പറയുവാനും ചോദിക്കുവാനുമാണ് ഈ വീഡിയോ. ഒരു സ്ത്രീയെയും ആക്ഷേപിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ലാതെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്ന് ചൊറിയുമ്പോൾ തിരിച്ച് മാന്താതെ വിട്ടാൽ അത് നമ്മുടെ കഴിവുകേടായി പോവും. ഇതിന് പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ഒരു ബന്ധവുമില്ല. ഷമീർ ഷാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചില ചോദ്യങ്ങളും ചില പറച്ചിലുകളുമായി മാത്രം നിങ്ങൾ ഇതിനെ കാണുക. ലീഗ് നേതാവും കായംകുളം തിരഞ്ഞെടുപ്പ് കൺവീനറുമായ എ ഇർഷാദ് കായംകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ആരാണ് എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ നാട്ടുചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ എത്തുകയാണ്. കേട്ടല്ലോ, ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ രാഷ്ട്രീയ ശത്രുവായി മാത്രം കണ്ട് സ്ത്രീ വിരുദ്ധത ചേർന്ന ആ പരാമർശം നിങ്ങൾ കേട്ടല്ലോ. അതായത് യു പ്രതിഭ എന്ന 10 വർഷമായി കായംകുളത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട MLA ആയ, കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ എണ്ണി കായംകുളത്തിന്റെ മണ്ണിൽ പൂർത്തീകരിച്ച, അവിടുത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ യു പ്രതിഭ MLA കുറിച്ച് പറഞ്ഞത് അവരുടെ വാക്ചാതുര്യ കൊണ്ടും അവരുടെ ശരീര സൗന്ദര്യം സെയിൽ ചെയ്തുമാണ് അവർ വീണ്ടും സ്ഥാനാർത്ഥി ആയത് എന്നാണ്. എ ഇർഷാദിനെ അതിന് കുറ്റം പറയാൻ കഴിയില്ല. കാരണം UDFന്റെയും ലീഗിന്റെയും ഒക്കെ രാഷ്ട്രീയ സംസ്കാരവും രാഷ്ട്രീയ പാരമ്പര്യവും അതാണ്. ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം എ ഇർഷാദ് എന്ന് പറയുന്ന മുനാഫിക് ലീഗിന്റെ നേതാവായ മൂരി നേതാവിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ ലീഗ് നേതാവായത് താങ്കളുടെ ഭാര്യയോ താങ്കളുടെ കുടുംബത്തിലെ സൗന്ദര്യമുള്ള സ്ത്രീകളെയോ ലീഗ് ഓഫീസിൽ കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ട് നേടിയെടുത്തതാണോ? അല്ലെങ്കിൽ താങ്കൾ UDF കൺവീനറായത്, അതായത് കായംകുളത്തെ തിരഞ്ഞെടുപ്പ് കൺവീനറായത് KPCC ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറി, അതായത് പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്, പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ പെണ്ണുങ്ങൾ ബക്കറ്റിൽ വെള്ളവും കപ്പുമായിട്ട് പോകുന്ന KPCC ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയിൽ താങ്കളുടെ ഭാര്യയോ താങ്കളുടെ കുടുംബത്തിലെ സൗന്ദര്യമുള്ള സ്ത്രീകളെയോ അവിടെ കൊണ്ട് കാഴ്ച വെച്ചിട്ട് നേടിയെടുത്തതാണോ താങ്കളുടെ ഈ UDF നേതാവെന്ന സ്ഥാനം? ഇത് ഇടതുപക്ഷ പാർട്ടിയുടെയോ അല്ലെങ്കിൽ LDF മുന്നണിയുടെയോ ചോദ്യമല്ല. ഇത് ഷമീർ ഷാഹുദ്ദീൻ വർക്കല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താങ്കളുടെ രാഷ്ട്രീയ സംസ്കാരം വെച്ച്, താങ്കളുടെ രാഷ്ട്രീയ വാഗ്ധാരണി വെച്ച്, അല്ലെങ്കിൽ ഇന്ന് കായംകുളത്ത് നടന്ന കൺവെൻഷനിൽ താങ്കൾ പറഞ്ഞത് വെച്ച് താങ്കളോട് വളരെ സ്നേഹപൂർവ്വം വളരെ വിനയപൂർവ്വം താങ്കളോട് ചോദിക്കുന്നതാണ്. താങ്കൾ ഇതിനൊരു മറുപടി കേരളത്തിലെ പൊതുജനങ്ങളോട് പറയണം. താങ്കൾ എങ്ങനെ നേതാവായി, താങ്കൾ എങ്ങനെ ലീഗ് നേതാവായി, താങ്കൾ എങ്ങനെ UDFന്റെ കായംകുളത്തെ തിരഞ്ഞെടുപ്പ് കൺവീനറായി എന്ന് താങ്കൾ ബോധ്യപ്പെടുത്തേണ്ട ചുമതല താങ്കൾക്കുണ്ട്. മാപ്പും കോപ്പും ഒന്നും താങ്കൾ പറയേണ്ട, കാരണം അതിൽ ഒരു അർത്ഥമില്ല. താങ്കൾ എന്ന മൂരി നേതാവ് അവിടെ പ്രസംഗിച്ചതിന് ശേഷം ഒരുപാട് UDFന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഒരാൾ പോലും അത് തെറ്റാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. മനുഷ്യനാണ്, ചിലപ്പോൾ തെറ്റ് പറ്റാം. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള യോഗ്യതയുള്ള ഒരുത്തൻ പോലും ആ വേദിയിലുമില്ലായിരുന്നു, സദസ്സിലുമില്ലായിരുന്നു. കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും ഒക്കെ സംസ്കാരമാണ്. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, KPCC ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയിൽ സ്ത്രീകളുമായിട്ട് മറ്റേ പരിപാടിയായിരുന്നു എന്ന്. ഞങ്ങൾ പറഞ്ഞതല്ല, കോൺഗ്രസുകാരനായ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ്. ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്, KPCC ഓഫീസിൽ കാണാൻ പറ്റാത്ത പല കാഴ്ചകളും കണ്ടിട്ടുണ്ടെന്ന്. അത് വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ എനിക്ക് സീറ്റ് തരണമെന്ന് 2021 തിരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. K കരുണാകരന്റെ മകളും K മുരളീധരന്റെ സഹോദരിയും ഇപ്പോൾ BJP നേതാവുമായ K പത്മജ വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ നമ്മൾ സഹോദരങ്ങളായിട്ട് കണ്ടാലും അവർ നമ്മളെ സഹോദരിയായിട്ടല്ല കാണുന്നത്, അവർ വേറെ അർത്ഥത്തിലാണ് കാണുന്നത്, അവർ വേറെ ഉദ്ദേശത്തോടെയാണ് നമ്മളെ സമീപിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ലീഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പീഡനങ്ങൾ നടത്തിയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. റജീനാക്ക് കുട്ടിയെ ഫ്രീ ആയിട്ട് കൊടുത്ത കുഞ്ഞാലിക്കുട്ടിയുണ്ട്. നിരവധി ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ നേതാക്കന്മാരുണ്ട്. IMO വീഡിയോ കോളിലൂടെ തന്റെ ലൈംഗികാവയവം ലോകത്തോട് മുഴുവൻ കാണിച്ച പാണക്കാട് ബഷീർ അലിയുണ്ട്. അപ്പൊ ഇതൊക്കെ ലീഗിന്റെയും സംസ്കാരമാണ്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് താങ്കളോട് വളരെ വിനയപൂർവ്വം വളരെ സൗഹാർദ്ദപരമായി ചോദിക്കുന്നതാണ്, താങ്കൾ എങ്ങനെ നേതാവായി? താങ്കൾ നേതാവായത് താങ്കളുടെ കുടുംബത്തിലെ സ്ത്രീകളെ, സൗന്ദര്യമുള്ള സ്ത്രീകളെ താങ്കൾ മറ്റു പലർക്കും കാഴ്ച വെച്ചിട്ട് നേടിയെടുത്തതാണോ താങ്കളുടെ ഈ നേതാവെന്ന സ്ഥാനം? താങ്കൾ കേരളത്തിലെ പൊതുസമൂഹത്തിനോട്, എന്നോടല്ല ചോദിച്ചത് ഞാനാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിനോട് താങ്കൾ എങ്ങനെ നേതാവായി എന്ന് പറയേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്.
രാഷ്ട്രീയ പ്രബുദ്ധത താങ്കൾക്കുണ്ട്, രാഷ്ട്രീയ മര്യാദ താങ്കൾക്കുണ്ട്. അത് താങ്കൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊന്നും പറയണമെന്ന് കരുതുന്നതല്ല. ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ മണ്ണിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നെയാണ് ഓരോ മണ്ഡലത്തിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്, ജനങ്ങളെ കാണുന്നത്, ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്, കൺവെൻഷനുകൾ നടത്തുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിനോട് ഒരു ചായ്വുണ്ട്, അത് കണ്ട് വിളറിവുണ്ട്. നിങ്ങളുടെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വിനയാകുമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു.